നൃത്തകലയും യോഗയും ഇവ രണ്ടും തമ്മിൽ സമന്വയിക്കുന്നതിൻ്റെ ഹൃദ്യമായ ചേരുവയാണ് യോഗ ഡാൻസ്. ദുബൈയിലെ കഥക് നർത്തകിയും കോറിയോഗ്രാഫറുമായ പാലി ചന്ദ്രയാണ് വ്യത്യസ്തമായ ഈ പരീക്ഷണവുമായി മുന്നിൽ നിൽക്കുന്നത്. ഗൾഫ് വേദികളിലെ തന്നെ വേറിട്ട ആ സംരംഭത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. നൃത്തകലയ്ക്കും യോഗാസനത്തിനും സൂക്ഷ്മതലത്തിൽ ഏറെ സമാനതകളുണ്ട്. നൃത്തം ആത്മഹർഷത്തിന്റെ ശാരീരിക പ്രകടനമാണെങ്കിൽ യോഗാസനം ശാരീരിക പ്രകടനങ്ങളിലൂടെ ആത്മഹർഷത്തിലേക്കും ആരോഗ്യത്തിലേക്കും വഴി തേടുകയാണ്. നർത്തനവും യോഗയും സംയോജിപ്പിച്ച് രൂപം കൊണ്ട യോഗ ഡാൻസിന്റെ പുതിയ തലങ്ങൾ തേടുകയാണ് ഇപ്പോൾ ദുബൈയിലുള്ള പ്രസിദ്ധ കഥക് നർത്തകിയും കൊറിയോഗ്രാഫറുമായ പാലി ചന്ദ്ര. യോഗ ഡാൻസിന്റെ ഓരോ ചുവടും നിരീക്ഷിച്ചാൽ യോഗയിലെ വിവിധ ആസനാരൂപങ്ങൾ തിരിച്ചറിയാനാകും. ഒരു നൃത്തരൂപം എന്ന നിലയിൽ ഇനിയും ഏറെ വികാസം നേടേണ്ടതുണ്ട് യോഗ നൃത്തം. Yoga dance as a dance form is still not established. It's a process, but it's something that is entwined right from the Natya Shastra days. Yoga and dance exist together. You may isolate them just because it is convenient. That still doesn't mean that they can be performed or practiced separately. Has to be together. It's like air and breath. യോഗയും നൃത്തവും സംയോജിപ്പിക്കുമ്പോൾ രണ്ടിനും അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇവ രണ്ടും വായുവും ശ്വാസവും പോലെ പരസ്പര പൂരകങ്ങളാണ് എന്നാണ് മറുപടി. I think the minute you concentrate, you meditate, and you focus on something, the quality of whatever you're trying to achieve is enhanced. And with the technique of yoga, dance itself becomes even more enjoyable because focus is there. ദുബൈ കരാമയിൽ ഗുരുകുൽ എന്ന കലാകേന്ദ്രത്തിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കൂടിയായ പാലി ചന്ദ്രയ്ക്ക് കീഴിൽ ഇപ്പോൾ 200-ലധികം വിദ്യാർത്ഥികൾ യോഗാ നൃത്തം പരിശീലിക്കുന്നുണ്ട്. ഓരോ പ്രകടനത്തിന് ശേഷവും ശരീരത്തിനും മനസ്സിനും ഉണർവും ഓജസ്സും പകരാൻ യോഗാ നൃത്തത്തിന് കഴിയുമത്രേ. ഈ പുതിയ നൃത്തരൂപം പരിശീലിക്കുന്നവരിൽ നിരവധി മലയാളികളുമുണ്ട്. യോഗാ നൃത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രമല്ല ഗുരുകുൽ. ബോളിവുഡ് സിനിമയുടെ 100-ാം വാർഷികം പ്രമാണിച്ച് ദുബൈ മോൾ ഓഫ് എമിറേറ്റ്സിൽ അരങ്ങേറുന്ന നാച്ച് എന്ന നൃത്ത പരിപാടിയുടെ പരിശീലനം പുരോഗമിക്കുകയാണ് ഇവിടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ 40കളും 50കളും പിന്നിട്ട് ഭാവനകൾക്ക് നിറം പകർന്ന 70-80 കാലഘട്ടത്തിലൂടെയുള്ള ഹിന്ദി സിനിമയുടെ പരിണാമം നൃത്ത ചുവടുകളിലൂടെ ആവിഷ്കരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലെയും സിനിമാ ഗാനങ്ങൾ ചുവടുകൾക്ക് അകമ്പടിയായി കടന്നുവരും. ശാസ്ത്രീയ നൃത്തരൂപങ്ങളും ഡിസ്കോയും മോഡേൺ ചുവടുകളുമെല്ലാം ഇതിലുണ്ട്. They support each other and both can exist only when both are together. So for every classical dancer, yoga is a vital part. You've got to be trained. It aligns your mind, body and soul, and it's a process through which you can rejuvenate yourself. It's almost like you are reborn every time you come for a rehearsal. So in order to put the technique with the spirituality which is necessary for every classical dancer to enhance, we need both. പാലി ചന്ദ്രയുടെ ശിക്ഷണത്തിൽ പ്രവാസലോകത്ത് നിന്ന് TV ചാനലുകളിലെ റിയാലിറ്റി ഷോകളിൽ വരെ തിളങ്ങിയ നർത്തകരും ഇക്കൂട്ടത്തിലുണ്ട്. കഥക് നർത്തകിയായതിനാൽ പല ചുവടിലും ആ നൃത്തരൂപത്തിന്റെ സ്വാധീനവും കാണാം. UAE-യിലെ വിമൻ ഓഫ് എക്സലൻസ് പുരസ്കാരവും ഇംഗ്ലണ്ട് രാജ്ഞിയുടെ പ്രശംസയും നേടിയ നർത്തകിയാണ് പാലി ചന്ദ്ര. ഗൾഫിലെ നൃത്തവേദികളിൽ ഈ ഇന്ത്യൻ പ്രതിഭയുടെ പുതിയ പരീക്ഷണങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ.